സ്പോട്ട് ലൈവ് തുടരുന്നു. നടൻ മോഹൻലാലിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് സൈബർ തട്ടിപ്പിന് ശ്രമം. താരത്തിന്റെ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുന്നവർക്ക് പണം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. പ്രൊഫൈലിലും ഗ്രൂപ്പുകളിലും വീഡിയോ ഷെയർ ചെയ്താൽ 10,000 രൂപ സമ്മാനം നൽകാനെന്ന പേരിൽ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ സ്വന്തമാക്കിയായിരുന്നു തട്ടിപ്പ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഏകദേശം ഈ 4 ലക്ഷത്തിലധികം ആളുകൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. 8,000-ത്തിലധികം ഷെയറുകളുണ്ട്. എങ്ങനെയാണ് ഈ തട്ടിപ്പ് വിവരം പുറത്തു വന്നത്? ആരെങ്കിലും തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടോ? മോഹൻലാലിൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്നവർക്ക് പണം വാഗ്ദാനം ചെയ്തായിരുന്നു ഈ തട്ടിപ്പുകൾ നടന്നത്. അതായത് ഈ നിർദ്ദേശപ്രകാരം, ഈ സൈബർ സംഘത്തിൻ്റെ, തട്ടിപ്പ് സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഫേസ്ബുക്ക് പ്രൊഫൈലിലും ഗ്രൂപ്പുകളിലും വീഡിയോ ഷെയർ ചെയ്യണം. അങ്ങനെ ഷെയർ ചെയ്താൽ 10,000 രൂപ സമ്മാനം നൽകാം എന്ന പേരിൽ ഈ സംഘങ്ങൾ സമീപിക്കും. പിന്നീട് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ സ്വന്തമാക്കും. അങ്ങനെ നിരവധി പേരിൽ നിന്നും ഇവർ പണം ആവശ്യപ്പെട്ടു എന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ടു എന്ന രീതിയിലുള്ള സൂചനകളുണ്ട്. അനീഷ്, എങ്ങനെയാണ് ഈ തട്ടിപ്പ് വിവരം പുറത്തു വന്നത്? പോലീസിൽ ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? പണം കൂടുതൽ പേർക്ക് ആർക്കെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടുമായിട്ടുണ്ട്. നടൻ മോഹൻലാലിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ചാണ് വ്യാപകമായ രീതിയിലുള്ള സൈബർ തട്ടിപ്പിന് ശ്രമം നടന്നത്. അനീഷിലേക്ക്. അനീഷ്, തുടരാം. ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായ സോഷ്യൽ മീഡിയയിൽ നിലവിലുള്ള ഒരു ട്രെൻഡ് ദുരുപയോഗം ചെയ്താണ് ഇത്തരത്തിലെ തട്ടിപ്പ് നടക്കുന്നത്. നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നോക്കിയാൽ ഈ സമൂഹ മാധ്യമങ്ങളിലും ലക്ഷക്കണക്കിന് ആരാധകരൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ള പ്രശസ്തരായ ആളുകൾ പോലും, പ്രത്യേകിച്ചും മലയാളത്തിലെ ആളുകൾ പോലും ഇത്തരം ഓഫറുകൾ വാഗ്ദാനം ചെയ്ത്, അതായത് തന്റെ ഈ ഏറ്റവും ഒടുവിൽ വരുന്ന പോസ്റ്റിന് കമന്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ലൈക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഷെയർ ചെയ്താൽ ഒരു നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നു. അങ്ങനെ നറുക്കെടുക്കുന്ന ആളുകൾക്ക് 1,00,000 രൂപ, 50,000 രൂപ എന്നൊക്കെ സമ്മാനം വാഗ്ദാനം ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ ഉണ്ടാവുന്നതിനേക്കാൾ റീച്ചും സാമ്പത്തിക ലാഭവും ഇത്തരം പോസ്റ്റുകൾക്കാണ് എന്ന് തിരിച്ചറിഞ്ഞാവും ഇത്തരം വളരെ പ്രശസ്തരായ ആളുകൾ പോലും ഇത്തരം മത്സരങ്ങളിലേക്കൊക്കെ കടക്കുന്ന, അല്ലെങ്കിൽ ഈ സമ്മാന നറുക്കെടുപ്പ് പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലൊരു നറുക്കെടുപ്പ് എന്ന പേരിലാണ് ഈ മോഹൻലാൽ ഫാൻ എന്ന പേജിൽ ഇത്തരത്തിൽ ഒരു മത്സരം നടക്കുന്നത്. നമുക്ക് ഈ താഴേക്ക് നോക്കിയാൽ ഈ പ്രൊഫൈലിൽ കയറി പരതിയാൽ പലപ്പോഴും മോഹൻലാലിന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള മത്സരങ്ങൾ എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക, അല്ലെങ്കിൽ ഈ ചില പോസ്റ്റുകൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ചില പോസ്റ്റുകൾ ഷെയർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ആളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് സമ്മാനം നൽകാം എന്ന വ്യാജേന കാര്യങ്ങൾ നീക്കുന്നത്. നമ്മൾ തന്നെ ഈ നമുക്ക് ഇട്ടുതന്ന, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് കയറി എനിക്കടക്കം ഇത്തരം സന്ദേശം വരികയും ചെയ്തു. ഈ കണ്ട വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്താൽ 10,000 രൂപ വീതം നൽകുമെന്ന ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് ആളുകൾ കയറി കമന്റ് ഇടുമ്പോൾ, ഞാൻ കയറി കമന്റ് ഇട്ടപ്പോൾ, കമന്റ് ഇട്ടതിന് കുറച്ചു നേരം കഴിയുമ്പോൾ എന്റെ ഇൻബോക്സിലേക്ക്, അതായത് ഫേസ്ബുക്കിന്റെ ഇൻബോക്സിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. താങ്കൾ ആദ്യ ഭാഗം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് ഈ പോസ്റ്റ് താങ്കളുടെ ഫേസ്ബുക്ക് പേജിൽ പ്രൊഫൈലിൽ ഷെയർ ചെയ്യണം. ഒപ്പം 10 ഗ്രൂപ്പുകളിലേക്ക് ഈ പ്രൊഫൈല് ഷെയർ ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ചെയ്തു എന്ന് ഞങ്ങളുടെ ഒരു പ്രത്യേക ടീം പരിശോധിക്കും. ഈ ടീം പരിശോധിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം എന്നൊരു അറിയിപ്പ് വരും. അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത് വരുന്ന മെസ്സേജ് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശമാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വിചാരിക്കും ഈ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് പ്രൊഫൈലിൽ നമ്മുടെ പ്രൊഫൈലിൽ ഷെയർ ചെയ്തു, അതുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോയി രജിസ്റ്റർ ചെയ്താൽ പണം വരും എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴാണ്
ഈ പ്രൊഫൈലിൽ രജിസ്റ്റർ ചെയ്ത് ഈ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്നാണ് പിന്നീട് നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ നമ്പറും വിശദാംശങ്ങളും ചോദിച്ചുകൊണ്ടുള്ള അടുത്ത ഒരു സന്ദേശം എത്തുന്നത്. കാരണം ഈ പല രാജ്യങ്ങളിലും സഹജമായ ഇടപാടുകൾ നടത്തുന്നതിന് അവകാശം തങ്ങൾക്കുണ്ട്. അത് പക്ഷേ ഈ ഇടപാടുകാരൻ, അതായത് തങ്ങൾ സമ്മാനം നൽകാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അതായത് 10,000 രൂപ നൽകാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ പങ്കുവച്ചാൽ മാത്രമേ ഈ പണം നൽകുകയുള്ളൂ. കാരണം നിങ്ങളുടെ തന്നെയാണോ ഈ പണം എന്ന് ഉറപ്പുവരുത്തണം, നിങ്ങൾ ഇന്ത്യയിലെ തന്നെ പൗരനാണോ എന്ന് ഉറപ്പുവരുത്തണം, ഒപ്പം നിങ്ങളുടെ ഇമെയിലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും നൽകണം. അത്തരത്തിൽ നിങ്ങളുടെ സ്വന്തമായാണ് ഇമെയിൽ ഉള്ളത് എന്നടക്കമുള്ള വിശദാംശങ്ങൾ പരിശോധിക്കാനാണ് ഈ രണ്ട് കാര്യങ്ങളും ചോദിക്കുക. അവർ പറയുന്നതനുസരിച്ച് ഈ ക്രെഡിറ്റ് കാർഡിന്റെ വിശദാംശങ്ങളും മറ്റുമൊക്കെ നൽകി കഴിയുമ്പോൾ അവർ ക്രെഡിറ്റ് കാർഡിനുള്ളിൽ പ്രവേശിക്കുകയും അങ്ങനെ അത് ആരുടെ ക്രെഡിറ്റ് കാർഡാണ് എന്ന് ഉറപ്പുവരുത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ പണമൊന്നും ആദ്യഘട്ടത്തിൽ ഞങ്ങൾ എടുക്കില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡ് നമ്പറും പാസ്വേഡും ഒക്കെ നോക്കിയാൽ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളൊക്കെ നൽകിയാൽ പിന്നീട് ആ വഴി നോക്കേണ്ട പോലും ആവശ്യം വരില്ല. അക്കൗണ്ടിലുള്ള പണം പൂർണ്ണമായി അവർ മാറ്റും. ഒപ്പം ഇമെയിലിന്റെ വിശദാംശങ്ങൾ നൽകുമ്പോൾ ഇമെയിലിനുള്ളിൽ കയറി ഒരുപക്ഷെ ഈ പണം പിൻവലിച്ചതിന്റെ മെസ്സേജ് പോലും ഫോണിലേക്ക് വരാത്ത വിധം കാര്യങ്ങളൊക്കെ മാറ്റാൻ ഉള്ള രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രീമിയർ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ പണം നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയും. പക്ഷേ ആരെങ്കിലും ഈ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ട്? കാരണം നിരവധി പേർ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്, ഇതിൽ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും തട്ടിപ്പിന് ഇരകളായിട്ടുണ്ട്? ആർക്കെങ്കിലും പണം നഷ്ടപ്പെട്ടതായ വിവരം എന്തെങ്കിലും പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? പോലീസിനൊന്നും അത്തരം ഒരു പരാതി കിട്ടിയിട്ടില്ല. കാരണം ഇന്നലെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും അതിലേക്ക് ആളുകൾ ഷെയർ ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഇതിനകം തന്നെ ഏതാണ്ട് 50,500K, അതായത് 5 ലക്ഷത്തിലധികം ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. 8,500-ലധികം ആളുകൾ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ 10,000 രൂപയ്ക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ അതൊരു തട്ടിപ്പിന്റെ എല്ലാ സ്വഭാവമുള്ളതാണ്. അതിന്റെ തൊട്ട് താഴെയുള്ള ഫോട്ടോകൾ, വീഡിയോകൾ ഒക്കെ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവാം ഇത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരിക്കലും വിശ്വാസയോഗ്യമല്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ ചെയ്തത്. പക്ഷെ ഇതിനൊക്കെ അപ്പുറം ഇതും ഒക്കെ മറികടന്ന് ആളുകൾ ഈ പോസ്റ്റിൽ കമന്റ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, മറ്റുള്ളവരിലേക്ക് പങ്കിടുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോഴും നടന്നിരിപ്പുണ്ട്. എന്തായാലും ലക്ഷണമൊത്ത ഒരു തട്ടിപ്പ് തന്നെയാണിത്. കാരണം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാണ് മോഹൻലാൽ. മോഹൻലാലിന്റെ പേരിൽ ഒരുപാട് ഫാൻ പേജുകളും മറ്റുമൊക്കെ ഉണ്ട്. ഏത് പേജിൽ ഒരു വീഡിയോ ഇട്ടാലും ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇട്ടാൽ മാത്രം ഒരുപാട് ഷെയറുകൾക്ക് വരുന്ന ഒരു സെലിബ്രിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി മോഹൻലാലിന്റെ പേര് ദുരുപയോഗം ചെയ്തുള്ള ഈ തട്ടിപ്പ് നടക്കുന്നത് കേട്ടോ. യെസ്, വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മോഹൻലാലിൻ്റെ പേരിലാണ് ഈ രീതിയിലുള്ള വ്യാപകമായ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിട്ടുള്ളത്. ഇതുവരെയും പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ആരെങ്കിലും തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടെങ്കിൽ അവർ പോലീസിനെ സമീപിക്കണം.